ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഇന്തോനേഷ്യൻ സിനിമയാണ്. ഓറങ് സയാം ബറു, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ചിത്രം. ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ ഏറ്റവും വലിയ പ്രശ്നം പണമായിരിക്കും. എന്നാലും വളരെ സന്തോഷം നിറഞ്ഞൊരു ജീവിതമായിരുന്നു അവിടേത്. അങ്ങനെ ഇരിക്കെ ഇവരുടെ കയ്യിലേക്ക് കുറച്ചധികം പണം വരുക, തുടർന്ന് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന രസകരമായ കാര്യങ്ങളാണ് ഈ സിനിമയുടെ പറയുന്നത്. അപ്പം ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് പോവാണ്. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. എന്നാൽ പിന്നെ മൂവിയിലേക്ക് പോവാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കാം. അവളാണ് ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ മൂത്ത കുട്ടി, പേര് ടിക്ക. ഇവൾ ആർക്കിടെക്റ്റിനാണ് പഠിക്കുന്നത്. ഇന്ന് അവളുടെ പ്രോജക്റ്റ് സബ്മിറ്റേഷനാണ്. കയ്യിൽ കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് ബേസ് ബോർഡൊക്കെ വിളിച്ചാ അവൾ അത് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും അത്ര കാര്യമായി ഗവനിക്കില്ല. അവളുടെ 2 കൂട്ടുകാരികൾ ഒഴികെ. ക്യാഷുള്ള വീട്ടിലെ പിള്ളേരൊക്കെ നീ വലുതാവുമ്പോഴും ഇതുപോലത്തെ തന്നെ ഉണ്ടാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കും. എന്നാൽ അവളതൊന്നും കാര്യമാക്കില്ല കേട്ടോ. പിന്നെ അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ആ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ 2ാമത്തെ പയ്യനെയാ. അവൻ്റെ പേര് ബെറ്റെന്നാ. അവനൊരു തിയേറ്റർ സ്റ്റുഡൻ്റാ. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവനൊരു നാടകം അവരുടെ തിയേറ്ററിൽ കളിക്കണമെന്നാ. എന്നാൽ ഇത് കേൾക്കുമ്പോഴൊക്കെ അവൻ്റെ കൂട്ടുകാരവനെ കളിയാക്കും. നീ ഇങ്ങനെ ഒരിക്കലും നടക്കാത്ത സ്വപ്നവും കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബെറ്റോ പറയും, ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുള്ളവർ തന്നെയാണ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആ ഫാമിലിയിലെ ഏറ്റവും ഇളയ പുത്രനെയാണ്, ടെഡി. അവൻ സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ പോകാൻ അവന് മര്യാദക്കുള്ളൊരു ഷൂ പോലും ഇല്ല. ഉള്ളതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകും. അതുകൊണ്ട് കുട്ടികൾ എപ്പോഴും അവനെ കളിയാക്കും. എന്നാലും അതൊന്നും അവൻ കാര്യമാക്കില്ല. അവനെ കൊണ്ട് കഴിയുന്ന പോലെ അവനും തിരിച്ച് കളിയാക്കും. പിന്നെ ഇവർ 3 നേരം വീട്ടിലുണ്ടെങ്കിൽ വലുതായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫുഡ് കഴിക്കുന്നതിനും കുളിക്കുന്നതിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അടിയായിരിക്കും. അയ്യോ, ഇവിടെ അമ്മയെ പരിചയപ്പെടുത്തില്ലല്ലോ. ഒരു സാധാ മിഡിൽ ക്ലാസ് വീട്ടമ്മ. കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി ഈ TV-യിൽ വരുന്ന ആഡൊക്കെ കണ്ട് എനിക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ സ്വപ്നം കണ്ട് ഇടയ്ക്ക് ഭർത്താവിനോടും വഴക്കിട്ട് നടക്കുന്ന ഒരു സാധാ വീട്ടമ്മ. പിന്നെ ഇനിയുള്ളത് അവിടെ അപ്പായാ. അപ്പാക്ക് കാര്യമായ പണിയൊന്നുമില്ല. ഈ വീട്ടിലിരുന്നുള്ള തന്നെ പഴയ മിക്സി, ഫാൻ, ചെയർ അതൊക്കെ നന്നാക്കി കൊടുക്കല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയാലും വൈകുന്നേരം അതെല്ലാവരും ഒരുമിച്ചിരുന്ന കേട്ടോ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും അന്ന് അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ. അതിപ്പോൾ സന്തോഷമായാലും ശരി, സങ്കടമായാലും ശരി, അതവർ ഷെയർ ചെയ്യും. പിന്നെ അപ്പാക്ക് മീൻ തല എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന മീൻ തലയല്ല അവർ അപ്പാക്ക് കൊടുക്കും. അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞൊരു ജീവിതമായിരുന്നു അവിടെ. പിന്നെ ചില കാര്യങ്ങൾക്ക് നമ്മുടെ മൂവർ സംഘം ഒറ്റക്കെട്ടാട്ടോ. ഉദാഹരണത്തിന് ഇന്ന് അവിടെ കുറച്ച് മാറി ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. നല്ല ഫുഡ് ഉള്ളതുകൊണ്ട് വിളിച്ചിട്ടില്ലെങ്കിലും അവർ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ആ ഫംഗ്ഷൻ നടക്കുന്നിടത്തെത്തി ഒരു കാലിക്കവറിൽ ഡ്യൂപ്ലിക്കേറ്റ് കാശിട്ട് കൊടുത്ത് അകത്തേക്ക് കയറാം. അകത്ത് കയറിയതും നമ്മുടെ സ്കൂൾ പയ്യൻ ടെഡിക്ക് ഒരു ടെൻഷനൊക്കെ വരാ, നമ്മളെ പിടിക്കുമെന്ന് ഓർത്ത്. അപ്പോൾ ബെറ്റർ പറയും, ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കണ കണ്ട നമ്മൾ എന്തായാലും പിടിക്കും. അതുകൊണ്ട് നമുക്ക് 3ആയി പിരിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് പോയി കഴിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ അവർ 3 പേരും പിരിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാൻ തുടങ്ങും. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടിക്ക ഒരു അടിപൊളി ഡിഷ് കാണാം. ഉടനെ അവൾ ചെന്ന് അവിടെ നിന്ന് വെയിറ്ററോട്, ഹായ്, ഇത് കാണാൻ നല്ല അടിപൊളി ഡിഷാണല്ലോ എന്ന് പറയാം. അപ്പോൾ ആ വെയിറ്റർ പറയും, കാണാൻ മാത്രമല്ല മാഡം, കഴിക്കാനും നല്ല അടിപൊളിയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ ടിക്ക ഒരു പ്ലേറ്റ് കഴിക്കാം. ഈ സമയം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ബെറ്റായി അവിടേക്ക് എത്തുക. അങ്ങനെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കപ്പിൾസ് വന്നിട്ട് ചോദിക്കും, നിങ്ങളിതിനു മുമ്പ് വേറെ ഫംഗ്ഷൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ആരുടെ ആൾക്കാരാന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ബെറ്റ ഒന്ന് പതറും. എങ്കിലും അവൻ കോൺഫിഡൻസ് വീണ്ടെടുത്ത് പറയും, ഞാൻ പയ്യൻ്റെ ആളാ, ഞാനവനും ഒന്നിച്ച് പഠിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടും. ഈ സമയം ആ ചെക്കനും പെണ്ണും അങ്ങോട്ട് വരും. അതോടെ പടിപ്പാടും ഫുഡ് കഴിക്കാൻ വന്നതാന്ന് അവർക്ക് മനസ്സിലാവും. ഈ സമയം ഇതൊന്നും അറിയാതെ നമ്മുടെ ഇളയക്കൻ നല്ല കീറാട്ടോ. ഒടുക്കം എല്ലാത്തിനും പിടിച്ച് ഒരു പുറത്താക്കും. അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് അവരുടെ വീടാ. അവിടെ ഇപ്പോൾ അമ്മ അപ്പയോട്, ദേ ഇളയ ചെക്കൻ്റെ ഫീസ് അടയ്ക്കാറേ, ഞാൻ ബിസ്ക്കറ്റ് വിറ്റ് കുറച്ച് കാശ് സംഘടിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് പോരാ, നിങ്ങൾ ഒരു ലോൺ കൂടി കിട്ടുമെന്ന് നോക്ക്. എന്തിനാണ് ഈ ലോൺ? അതൊക്കെ ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കില്ലേ. പിന്നെ നിന്റെ ബിസ്ക്കറ്റ് അടിപൊളിയാ, അതുപോലെ എനിക്കുണ്ടാക്കുന്ന ചായ ഒന്ന് നന്നായിട്ട് ഇട്ട് തന്നൂടെ. ആദ്യം പോയി ചെക്കൻ്റെ ഫീസിനുള്ള കാശ് ഇട്ടു, എന്നിട്ട് വന്നിട്ട് എൻ്റെ ചായയുടെ കുറ്റം പറ എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോവാ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൂത്ത കുട്ടി ടിക്കയുടെ കോളേജാ. അവിടെ ഇപ്പോൾ ഒരു ആർട്ടിടെക്റ്റിന്റെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ജയിക്കുന്നവർക്ക് ബാർസലോണയ്ക്കുള്ള ടൂറാ പ്രൈസ്. നമ്മുടെ ടിക്കയും അവളുടെ ഫ്രണ്ട്സും ഇതിനുവേണ്ടി നന്നായി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അവളുടെ ക്ലാസ്സിലെ 2 പണക്കാരി പെണ്ണുങ്ങൾക്ക് നമ്മുടെ ടിക്കനെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എപ്പോഴും
എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഇത്തവണ അവർ ചെയ്തത് ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയുടെ ഫോൺ എടുത്ത് നമ്മുടെ ടിക്കയുടെ ബാഗ് ഇടും. എന്നിട്ട് ഫോൺ കാണില്ല എന്ന് പറയുമ്പോൾ ഫോണിലേക്ക് റിങ് ചെയ്യും. ശേഷം ടിക്കയുടെ ബാഗിൽ നിന്ന് എടുക്കും. ടിക്കയ്ക്ക് അറിയാം ഇത് ചെയ്തത് അവൾമാരാണെന്ന്. പക്ഷെ ഒന്നും ചെയ്യാൻ അവളെ കൊണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഏറ്റവും ഇളയവനായ ടെഡിയുടെ സ്കൂളാ. അവിടെ അവനെ ഇപ്പോഴും തല്ലു പിടിക്കുന്ന ഒരുത്തൻ അവൻ്റെ അടുത്തേക്ക് വരുവാ. അവൻ പറയും, ഡാ ഞാൻ നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, ഇപ്പം തോന്നണു അതൊന്നും ശരിയല്ല എന്ന്. ഐ എം സോറി. പിന്നെ ഞാൻ നിനക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഷൂ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ, എനിക്കിപ്പോൾ ഒരു ഷൂ ഉണ്ട്, ഇത് നീ എടുത്തോ. ഇത് കേൾക്കുമ്പോൾ ടെഡി പറയും, അതൊന്നും കുഴപ്പമില്ല, നീ തന്നെ വെച്ചോ, എനിക്ക് വേണ്ടാന്ന്. ഇത് നീ വാങ്ങിയില്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന്. അത് കേൾക്കുമ്പോൾ ടെഡി ആ ഷൂ വാങ്ങാം. ടെഡിക്ക് ഭയങ്കര സന്തോഷം. അവൻ കുറേ നാളായി അതുപോലൊരു നല്ല ഷൂ ആഗ്രഹിക്കുന്നത്. ശേഷം ടെഡി തൻ്റെ പഴയ ഷൂ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളഞ്ഞ് പുതിയ ഷൂ ഇട്ട് ക്ലാസ്സിലോട്ട് പോവാ. അങ്ങനെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി പാരന്റുമായിട്ട് ക്ലാസ്സിലോട്ട് വരുവാ. ആ കുട്ടിയുടെ ഷൂ ഇന്നലെ മുതൽ കാണാനില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഷൂ കൊടുത്ത പയ്യൻ പറയും, ദേ അത് ടെഡിയുടെ കാലിലുണ്ടെന്ന്. അപ്പോഴാണ് ടെഡിക്ക് ആ ഷൂ അവൻ എന്തിനാ തന്നേന്ന് മനസ്സിലായത്. എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട ടെഡി വീണ്ടും ആ പഴയ ഷൂ ബാസ്ക്കറ്റിൽ നിന്ന് എടുത്തിടാ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രണ്ടാമത്തേനെയാ. അവൻ്റെ നാടകത്തിന് ഒരു സ്പോൺസറെ തപ്പി നടക്കാണല്ലോ. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ വിളിച്ചിട്ട് പറയും, ഞാൻ നിന്റെ നാടകം സ്പോൺസർ ചെയ്യാമെന്ന്. പക്ഷേ ഈ നാടകത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സ്പീച്ച് ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ അവന് ദേഷ്യം വരും. സാർ, നിങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി എനിക്ക് എൻ്റെ നാടകം കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാത്രി അവരുടെ വീടാ. അവിടെ എല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിക്കുക. അപ്പോൾ അന്ന് നടന്നതൊക്കെ എല്ലാവരും പറയും. അതിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ശേഷം ടിക്ക പറയും, നമ്മളും പണക്കാരായിരുന്നെങ്കിൽ നമുക്കും ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ മറ്റു രണ്ടുപേരും അത് സമ്മതിക്കും. അപ്പോൾ അപ്പ, നിങ്ങളിപ്പോൾ തെറ്റായി ചിന്തിക്കുന്നത് ഈ ഒരു കാര്യം വെച്ച് മാത്രം ഇതിനെ വിലയിരുത്തരുത്. ഒരുപാട് പണമുണ്ടായാൽ വേറെ കുറേ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, അതാണ് നിങ്ങൾക്കിടെ ഏറ്റവും വലിയ സ്വത്ത്. അതെപ്പോഴും നന്നായി കീപ്പ് ചെയ്യുക എന്ന് അപ്പ പറയാം. പക്ഷേ ഈ പറഞ്ഞതിനോട് ഇവർക്കിപ്പോഴും യോജിപ്പില്ല. ഇവരുടെ മനസ്സിലിപ്പോഴും പണം ഉണ്ടെങ്കിൽ എല്ലാം നടക്കുള്ളൂ എന്ന് തന്നെയാണ്. എന്നിരുന്നാലും അവർ അപ്പയുടെ അടുത്ത് വളരെ സന്തോഷമായി ഇരിക്കുന്ന പോലെ കാണിച്ച് അപ്പായ്ക്കുള്ള മീന്തല അവരന്നും കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞ് അതുപോലെ അപ്പ ഒറ്റയ്ക്കിരുന്ന് പഴയ പാട്ടേക്കാ. അപ്പ അവിടേക്ക് ടെക്ക വരും. എന്താ അപ്പ എപ്പോഴും ഈ പഴയ പാട്ടെന്നെ കേൾക്കണേന്ന് ചോദിക്കാം. അപ്പോൾ അപ്പ ഒന്നും മിണ്ടുന്നില്ല. അവൾ ഒന്നുകൂടി അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അപ്പം മിണ്ടുന്നില്ല. കാരണം അപ്പം മരിച്ചു പോയിട്ടുണ്ടാവും. ഇതറിയുമ്പോൾ അവൾ അല മുറിയിട്ട് കരയാൻ തുടങ്ങും. പിന്നെ കാണിക്കുന്നത് അപ്പയുടെ ഫ്യൂണറലാണ്. ഈ മക്കൾ 3 പേർക്കും അപ്പയുടെ മരണം വളരെ ഷോക്കായിരിക്കും. പ്രത്യേകിച്ച് ആ ഇളയ പയ്യന്. അവൻ അപ്പയുടെ കളറയിൽ കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്ന് കരയാ. പിന്നെ അമ്മ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവരവിടുന്ന് കൊണ്ടുപോകും. ശേഷം വീട്ടിലെത്തി കഴിഞ്ഞ് അമ്മ എല്ലാവരോടും പറയും, ഇത്രയും കാലം നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കാൻ അപ്പയുണ്ടായിരുന്നു, ഇനി നമുക്കില്ല. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിച്ച് ഉടനെ ഒരു ജോലിയൊക്കെ കണ്ടുപിടിക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ ഇളയ മകൻ പറയും, അമ്മേ ഞാൻ വേണമെങ്കിൽ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറാം. ഹേയ് അതൊന്നും വേണ്ടാ, ഇപ്പോൾ ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാമെന്ന്. അമ്മ ഇത് പറയുമ്പോഴും അവരെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഒപ്പം അവരുടേതും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാ. അപ്പം അവിടേക്ക് കോട്ടും സൂട്ടൂട്ട ഒരു വക്കീൽ വരുവാ. ഒപ്പം അയാളുടെ ഒരു സഹായിയും. ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അവർക്കാർക്കും മനസ്സിലാകുന്നില്ല. വീട് മാറിപ്പോയതാന്നാ അവർ വിചാരിക്കുന്നത്. പെട്ടെന്ന് അയാൾ തൻ്റെ ലാപ്പെടുത്ത് ഒരു വീഡിയോ പ്ലേ ചെയ്യാം. അതിൽ ഇവിടെ അപ്പയായിരിക്കും. അപ്പേനെ വീഡിയോ കൂടെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷവും. ശേഷം അപ്പ പറയും, ഹായ്, ഞാൻ നിങ്ങളെയൊക്കെ വിട്ടുപോയതിൽ നിങ്ങൾ ഒരുപാട് സങ്കടത്തിലാണല്ലേ. എല്ലാവരും വളർന്നു വലുതാവുന്നത് കാണണമെന്നായിരുന്നു എൻ്റെയും ആഗ്രഹം. പക്ഷെ പറഞ്ഞു വിട്ടാ പോവാണ്ട് പറ്റില്ലല്ലോ. പിന്നെ ദേ ഇപ്പോൾ ഇങ്ങനെ വന്നത്. ഞാൻ നിങ്ങളോട് വലിയൊരു സത്യം മറച്ചു വെച്ചിട്ടുണ്ട്, അത് പറയാനാ. ഇത് കേട്ടതും അമ്മ ഇരുന്ന് കരയാൻ തുടങ്ങും. എനിക്ക് മനസ്സിലായി, ഇങ്ങേർക്ക് വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നായിരിക്കും. എനിക്ക് ആരുമില്ലാന്ന് നിങ്ങളോട് പറഞ്ഞത് വെറുതെയാണ്. ഞാൻ വലിയൊരു പണക്കാരനാ. ആ ലൈഫിൽ എനിക്ക് വലിയൊരു സന്തോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ ക്യാഷിന് നിങ്ങൾക്കെടുക്കാം. ലൈഫിൽ നിങ്ങൾ വിചാരിച്ച പോലെ സന്തോഷമായി ജീവിക്കുമെന്ന് പറഞ്ഞ് ആ വീഡിയോ അവസാനിക്കാം. ഇതൊക്കെ കേട്ടിട്ടും അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആ വക്കീൽ പറയും, അദ്ദേഹം പറഞ്ഞത് ശരിയാ. ഇനി അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിനുള്ള സ്വത്തിന് നിങ്ങളെ അവകാശി. ഞാൻ അദ്ദേഹത്തിൻ്റെ വക്കീലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ പോവാ. ഇപ്പോഴും ഇവർക്ക് ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അവർ നാളെ ആ വക്കീലിനൊപ്പം ബാങ്കിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം
അവരാ വക്കീലിനൊപ്പം ബാങ്കിൽ ചെന്ന് മാനേജറെ കാണാം. അപ്പോൾ അയാൾ പറയും, നിങ്ങളുടെ അപ്പാക്ക് കഴിഞ്ഞ 37 വർഷമായി ഇവിടെയാണ് അക്കൗണ്ട്. അതിൽ കോടിക്കണക്കിന് ക്യാഷും ഉണ്ട്. ഇപ്പോൾ അതിൽ കുറച്ച് ക്യാഷ് നിങ്ങൾക്ക് തരും. തീരുമ്പോൾ പിന്നെയും വന്നാൽ മതി. ഇത് കേൾക്കുമ്പോൾ അവർ പിന്നെയും ഞെട്ടും. അമ്മ പുറത്തുപോയി നെഞ്ചത്തടിച്ചു ചെന്ന് കരയാ. ഇത്രയും ക്യാഷ് കയ്യിലിരുന്നിട്ടാണല്ലോ ദൈവമേ ഞാൻ കണ്ണിക്കണ്ട ബിസ്ക്കറ്റ് കച്ചവടമൊക്കെ നടത്തിയ എന്ന് പറഞ്ഞിട്ടായിരിക്കും അത്. അവിടുന്ന് സീൻ കട്ടായിൽ പിന്നെ കാണിക്കുന്നത് ഒരു VIP റെസ്റ്റോറൻ്റ് ആണ്. അവിടേക്ക് ഇവർ ഫുഡ് കഴിക്കാൻ വന്നേക്കാം. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു ലേഡി പറയും, മിനിമം 5 ആളുണ്ടെങ്കിലേ ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റൂ. അപ്പോൾ ബെറ്റോ പുറത്ത് പോയി ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അവന് കിട്ടുന്നത് ഒരു പിച്ചക്കാരനായിരിക്കും. അവൻ അയാളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരും. ശേഷം അവിടെയുള്ള ലക്ഷറി ഫുഡെല്ലാം ഓർഡർ ചെയ്ത് അവർ കഴിക്കും. ശേഷം അവർ ആദ്യമായി ഫാമിലിയായി ഷോപ്പിങ്ങിന് പോവാ. ഒരു നിമിഷം കൊണ്ട് അവരുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ടതും അല്ലാത്തതും ഒക്കെ അവർ ഷോപ്പ് ചെയ്യും. ക്യാഷ് പിന്നെയും തീർന്ന മാനേജർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനിടയിൽ ടിക്ക അന്ന് ആ മാരേജ് ഫംഗ്ഷൻ കണ്ട കാറ്ററിംഗ് ബോയില്ലേ, അവനെ ഇവിടെ വെച്ച് കാണാ. പഠിക്കുന്നതിനിടയിൽ പല പാർട്ട് ജോബ് ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്ക് അവനോട് എന്തൊരു സോഫ്റ്റ് കോർണർ തോന്നും. അപ്പോൾ അവളുടെ നമ്പറൊക്കെ അവൾ അവന് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാ. അവിടെ നമ്മുടെ ടെഡി സ്കൂളിലേക്ക് വന്നേക്കാ. പുതിയ ഷൂ ഇട്ട് കൂട്ടുകാരെയൊക്കെ വില്ല സഹിതമാവും കാണിക്കുന്നത്. അങ്ങനെ അവനൊരു സ്റ്റാർ ആവാം അവിടെ. അതുപോലെ നമ്മുടെ ടിക്ക കോളേജിൽ തൻ്റെ പ്രോജക്റ്റ് നല്ല കാശൊക്കെ മുടക്കി സാധനങ്ങൾ വാങ്ങി വളരെ ഗംഭീരമായി പ്രസൻറ്റ് ചെയ്യാട്ടോ. ഇത് കണ്ട് കോളേജിലെ എല്ലാവരും ഞെട്ടും. പിന്നെ അവളിപ്പോൾ എല്ലായിടത്തും പോണത് നമ്മുടെ കാറ്ററിംഗ് പയ്യൻ്റെ കൂടിയാട്ടോ. ഒരു ദിവസം പോയി അവൻ്റെ ബൈക്ക് കേടാവും. അപ്പോൾ അത് നന്നാക്കാനായി ഒരു ഷോപ്പിൽ കയറാം. അപ്പോൾ അവിടെ വെച്ച് ടിക്ക ഒരു അടിപൊളി ബൈക്ക് കാണാം. അവൾ ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കും. ഇത് കേട്ട് നമ്മുടെ കാറ്ററിംഗ് പയ്യൻ ചിരിക്കും. ഇതൊന്നും നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. എന്നാൽ ടിക്ക സിംഗിൾ പേയ്മെൻറ്റിൽ ആ ബൈക്ക് വാങ്ങും. ശേഷം നമ്മുടെ പയ്യൻ ഓടിച്ച് അവളെ കൊണ്ട് വീട്ടിലോട്ട് പോവാ. അവിടെ ചെന്ന് ബൈക്ക് എവിടെ വെക്കണേന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന്. ഇത് കേട്ടതും അവനാക്കി ഷോക്കാവാ. നീ എന്താ തമാശ പറയാമെന്ന് ചോദിക്കും. എനിക്ക് എൻ്റെ ബൈക്ക് ഉണ്ടല്ലോ, ഇനി അഥവാ എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ സമ്പാദിച്ച് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോവാ. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ഫീൽ ആവുന്നുണ്ടോ. പിന്നെ കാണിക്കുന്നത് അവരുടെ വീടാ. വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അമ്മ കാതിനും കഴുത്തിലും ഒരുപാട് ആഭരണങ്ങൾ വാങ്ങിയിട്ടേക്കുന്നത് കാണാം. ചോദിക്കുമ്പോൾ ഇത്രയും ആഭരണങ്ങളിട്ട് പുറത്തു പോകാൻ പേടിയാ, അതുകൊണ്ടാ വീട്ടിലിട്ട് നടക്കണേന്ന് പറയും. പക്ഷെ അന്നത്തോടെ ക്യാഷ് എല്ലാം തീരും. പക്ഷെ അവർക്ക് ടെൻഷനില്ല. മാനേജർ ഇനിയും വന്നാൽ ക്യാഷ് തരാമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വക്കീൽ വീണ്ടും വരും. എന്നിട്ട് കഴിഞ്ഞ തവണ കാണിച്ച പോലെ ഒരു വീഡിയോ കാണിക്കാം. അതിലപ്പ, ഹായ്, എല്ലാവരും സുഖമായി ഇരിക്കുന്നോ? നിങ്ങൾക്കൊക്കെ ഞാൻ മരിച്ചാലും നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഇപ്പം മനസ്സിലായില്ലേ? പിന്നെ കാശൊക്കെ തീർന്നാണോ അല്ലേ? പേടിക്കണ്ട, ഇത്തവണ ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ 3 ഇരട്ടി ക്യാഷാ. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാന്ന് പറഞ്ഞ് ആ വീഡിയോ കട്ടാവാ. ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവും. ശേഷം അവർ വക്കീലിനൊപ്പം ബാങ്കിൽ പോയി ക്യാഷ് വാങ്ങി തിരിച്ചു വരാം. അങ്ങനെ തിരിച്ചു വരുന്ന വഴി വക്കീൽ ഒരു കാര്യം പറയും, നിങ്ങൾ 10 വർഷം അടുപ്പിച്ച് അപ്പയുടെ ക്യാഷ് എങ്ങാനും ഉപയോഗിച്ചില്ലെങ്കിൽ ആ ക്യാഷ് ഡൊണേഷനായിട്ട് കൊടുക്കാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് അത്ര പിടിക്കില്ല. കിട്ടുന്ന കാശ് എങ്ങനെയെങ്കിലും ചിലവാക്കണമെന്ന് അമ്മ തീരുമാനിക്കും. അപ്പോഴാണ് പോണ വഴി ഒരു അടിപൊളി വീട് വിൽക്കാനിട്ടിരിക്കുന്നത് അമ്മ കാണുന്നത്. ഉടനെ വണ്ടി നിർത്തി അവർ ആ വീട് പോയി കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അവരങ്ങ് വാങ്ങും. പിന്നെ കാണിക്കുന്നത് ഒരു ഫർണിച്ചർ കടയാ. അവിടെയും ചെന്ന് പിള്ളേരോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കോളാൻ പറയും. അപ്പോൾ അവർ എല്ലാത്തിലും ചെന്ന് ഇരിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് ലേഡി വന്നിട്ട് പറയും, കുട്ടികളോട് ഒന്നുമേ ടച്ച് ചെയ്യാതെ കാണാൻ പറയാൻ. അത് കേട്ടതും അമ്മ, ഓഹോ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ എൻ്റെ പിള്ളേർ തൊട്ട എല്ലാ സാധനങ്ങളും അങ്ങ് പാക്ക് ചെയ്തേക്ക്. നിന്നെയും തൊട്ട നീയും പോരെ, നിനക്കിതിൻ്റെ 2 ഇരട്ടി സാലറി തരാന്നുള്ള മാസ് ഡയലോഗ് അടിക്കുക. അങ്ങനെ ലൈഫ് അവർ അടിച്ച് പൊളിച്ച് ജീവിക്കുക. ലോകത്ത് കാശുണ്ടെങ്കിലേ സന്തോഷമുള്ളൂ എന്നവർ വിചാരിക്കും. ഇതിനിടയിൽ ക്യാഷ് തീർന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെയും അതിൻ്റെ 2 ഇരട്ടി കിട്ടും. ഇത്തവണ അവർ പോണത് ലക്ഷറി കാർ വാങ്ങാനാ. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ വലിയ കാറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ കാർ വീതം വാങ്ങും. അങ്ങനെ കാർ വാങ്ങി കഴിയുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവർ കാർക്കും ഡ്രൈവിംഗ് അറിയില്ല എന്ന്. പിന്നെ ഓരോരുത്തർക്കും ഡ്രൈവറെ നിയമിക്കും. ഇഷ്ടം പോലെ കാശാണല്ലോ. ഇപ്പോൾ ചെടീനെ അമ്മ കാറിലാട്ടോ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നേ. അപ്പോൾ പോണ വഴി ഒരു വയലിൻ വായിക്കുന്ന ആളെ കാണാം. അപ്പോൾ അമ്മ അയാൾക്ക് കുറെ കാശൊക്കെ കൊടുത്തിട്ട് കുറെ പഴയ പാട്ടൊക്കെ വായിപ്പിക്കും. ഇത് സ്ഥിരാവുന്നതോടെ അവിടെ ഒരു ലോഡ് വയലിൻ വായിക്കുന്ന ആൾക്കാർ വന്ന് നിൽക്കുക. അതോടെ ആ റോഡ് മൊത്തം ബ്ലോക്ക് ആവാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ ബെറ്റോ നാടകം സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാട്ടോ.
ഇതിനുവേണ്ടി വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് അവർ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടിക്ക ഇപ്പോൾ പഴയ ഫ്രണ്ട്സിനൊന്നും നമുക്ക് പിടിക്കില്ല. ആ പണക്കാരി പെണ്ണുങ്ങളായിട്ട് കൂട്ട്. കോളേജിൽ നടക്കുന്ന കോമ്പറ്റീഷനിൽ ഫസ്റ്റായി ബാർസിൽ ട്രിപ്പ് പോകണമെന്ന പ്ലാനൊന്നും ഇപ്പം ഇല്ല. നല്ലോണം ക്യാഷ് ഉണ്ടല്ലോ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് അവരുടെ വീടാ. അവിടെ ഇളയവൻ ടെഡി ഫുഡ് കഴിക്കാൻ സമയമായി അവിടേക്ക് വരുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. ടിക്കയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി, ബെറ്റോയ്ക്ക് നാടകത്തിൻ്റെ റിഹേഴ്സൽ, അമ്മയ്ക്കാണെങ്കിലോ ഇതുവരെയും ഷോപ്പിംഗ് തീർന്നിട്ടില്ല. അതുകൊണ്ട് അവൻ ഇത്തവണ ഒറ്റയ്ക്കിരുന്ന ഫുഡ് കഴിക്കുന്നത്. ഇതവന് ശരിക്കും വിഷമമുണ്ടാക്കുന്നുണ്ട്. പിന്നെ ടിക്ക പാർട്ടിക്ക് പോകുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അവൻ ഒരു മിഡിൽ ക്ലാസ് പയ്യനായതുകൊണ്ട് പാർട്ടി, ഡ്രിങ്ക്സ് ഇതൊന്നും അത്ര പിടിക്കില്ല. എന്നാൽ അവളുടെ വളരെ നാളത്തെ സ്വപ്നമായത്. അവൾ നന്നായി എൻജോയ് ചെയ്യും. അതുപോലെ നമ്മുടെ അമ്മ വയലിൻ വായിക്കുന്നവർക്ക് കാശ് കൊടുക്കുന്നില്ലേ, അത് വലിയൊരു വാർത്തയാവാട്ടോ. ടി വിയിലൊക്കെ ഇതേപ്പറ്റി വാർത്ത വരും. പണക്കാരുടെ കലാസ്നേഹം എന്നൊക്കെ പറഞ്ഞ്. ഇതിൻ്റെ പേരിൽ ചെറിയൊരു മീഡിയ അറ്റൻഷനും അമ്മയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലൈഫ് അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വക്കീൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അപ്പ വീണ്ടും, ഹലോ, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. പണക്കാരുടെ ലൈഫിൽ നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കല്ലേ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഉപയോഗിക്കുക. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ വീഡിയോ അവസാനിക്കുക. ആ വീഡിയോ കഴിഞ്ഞതോടെ ബെറ്റോ ചാടിക്കേറി പറയും, ഇത്തവണ അപ്പ ക്യാഷിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, ക്യാഷൊന്നും തരില്ലേ? ഇല്ല, ഇനി ക്യാഷൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന ഏകദേശം 50 മില്യണും നിങ്ങൾ ചെലവാക്കി കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അവരാക്കി ഷോക്കാവാ. ക്യാഷ് ഇനിയും കിട്ടുമെന്ന് കരുതി ബെറ്റോ 3 ദിവസം കഴിഞ്ഞ് നാടകം വെച്ചേക്കാ. അതിന് ഇനിയും ക്യാഷ് വേണം എന്നവൻ ടെൻഷനോടെ പറയാ. എന്നാ എല്ലാവരും ചെലവാക്കുന്നതിനാൽ ആരുടെയും കയ്യിൽ അത്രയും പണമില്ല. പിന്നെ ഇത് വീണ്ടും അവിടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് ആയിരിക്കും കേട്ടോ. അവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം ഉണ്ടെങ്കിലും ഇനി ഇത് തീർന്നാൽ വീണ്ടും പണം വരില്ലെന്ന ഭയമുള്ളതുകൊണ്ട് അവർ ചെലവാക്കാൻ മടിക്കും. ടിക്കപ്പോ പാർട്ടിക്കൊന്നും പോവില്ല. റിച്ച് ഫ്രണ്ട്സിനൊപ്പമുള്ള കറക്കവും നിർത്തും. അവൾ വീണ്ടും നല്ല പഴയ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരുപാട് സോറിയൊക്കെ പറഞ്ഞ് പഴയ പോലെ പഠിക്കാനൊക്കെ തുടങ്ങും. പിന്നെ നമ്മുടെ ടെഡി വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ച് മടുത്തുട്ടോ. അവന് പണത്തെ പറ്റിയൊന്നും ചിന്തയില്ല. എല്ലാവരും പഴയ പോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഇതൊക്കെയാണ് അവൻ്റെ പ്രശ്നം. എന്നിട്ട് അവൻ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ഒപ്പുവരുത്തിയ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. അവിടെ അപ്പോൾ ടിക്കയുടെ കോളേജിൽ ബാർസിലേക്ക് ടൂർ പോണതിൻ്റെ കോമ്പറ്റീഷൻ നടക്കുക. ടിക്കയും പങ്കെടുക്കുന്നുണ്ടോ. അങ്ങനെ കോമ്പറ്റീഷൻ നടക്കുന്നതിനിടയിൽ അവിടേക്ക് പോലീസ് വരിക. ടിക്കയുടെ പണക്കാരി പെണ്ണുങ്ങളെ അറസ്റ്റ് ചെയ്യും. ഈ പാർട്ടിക്കൊക്കെ ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ. പിന്നെ അവരുടെ കൂടെ നടക്കുന്നതുകൊണ്ട് സംശയത്തിൻ്റെ പേരിൽ ടിക്കനെയും അറസ്റ്റ് ചെയ്യും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ബെറ്റോന്റെ നാടകമാണ്. ഇന്ന് തന്നെയായിരുന്നു ആ പ്രോഗ്രാമും. ക്യാഷിന് ഒരുപാട് ഷോർട്ടേജ് വന്നപ്പോൾ വേറെ വഴിയില്ലാതെ അവൻ ആ പൊളിറ്റീഷ്യൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നടന്നുകൊണ്ടുപോയിരുന്ന അവൻ്റെ നാടകത്തിനിടയ്ക്ക് അയാളുടെ സ്പീച്ച് വരുന്നതോടെ ആകെ കൊളാവാ. ആൾക്കാർ കൂവാനും ബഹളം വെക്കാനും ഒക്കെ തുടങ്ങാം. ഒടുവിൽ നാടകം പൊട്ടും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് അവരുടെ വീടാ. അന്ന് എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാനുണ്ടാവും. അപ്പോൾ അമ്മ ഒരു കാര്യം പറയും, നിങ്ങളില്ലാത്തപ്പോൾ ആ വക്കീൽ പിന്നെയും വന്നിരുന്നു, കൂടെ വേറൊരാളും. അത് അപ്പഴ അരീനാന്നാ പറയുന്നത്. അപ്പാടെ മറ്റൊരു വിൽപ്പത്രത്തിൽ സ്വത്തിൻ്റെ പാതി അയാൾക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഒരു രൂപ പോലും ചിലവാക്കാൻ കഴിയില്ല. ഉടനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കുകയും വേണം. ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അമ്മ അപ്പ കരയാ. ഇത് കേൾക്കുമ്പോൾ ഇളയ മകൻ ടെഡി പറയും, അല്ലെങ്കിലും ഈ വീട് എനിക്ക് ഇഷ്ടമല്ല. നമ്മ ചെറിയ വീട്ടിലായിരുന്നപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന ഫുഡ് കഴിച്ചിരുന്നേ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ എനിക്ക് കാണാൻ പോലും കിട്ടുന്നില്ല. അപ്പം മരിച്ചപ്പോൾ എനിക്ക് അപ്പയെ മാത്രമായിരുന്നു മിസ് ചെയ്തിരുന്നത്. ഇവിടെ വന്നേ പിന്നെ എനിക്ക് എല്ലാവരും മിസ് ചെയ്യാമെന്ന് കരഞ്ഞുകൊണ്ട് പറയാ. ഇത് കേൾക്കുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര സങ്കടവും. ഇനി മുതൽ നമ്മൾ പഴയ പോലെ ആയിരിക്കുമെന്ന് അവരെല്ലാവരും പറയും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് അവരുടെ പഴയ വീടാ. അവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണിക്കുക. ബെറ്റ അവൻ്റെ അപ്പായെ പോലെ പഴയ ഫാനൊക്കെ റെഡിയാക്കാം. ടിക്ക തൻ്റെ ബോയ് ഫ്രണ്ടിനെ വീട്ടിലെല്ലാവർക്കും പരിചയപ്പെടുത്തും. ഇപ്പം അവനും അവിടുത്തെ ഒരു അംഗത്തെ പോലെയാ. ഇതിനിടയിൽ അമ്മ പറയുന്നുണ്ട്, അന്ന് സ്വർണം വാങ്ങിയപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു. ഇനി അത് വെച്ചിട്ട് വേണം നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ. ഇത് കേൾക്കുമ്പോൾ അവർക്കെല്ലാവർക്കും സന്തോഷവും. അല്ലെങ്കിലും കുറച്ച് പൈസ മതി സന്തോഷമായിട്ട് ജീവിക്കാനെന്ന് ബെറ്റൊപ്പം പറയാം. ഇത് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വീണ്ടും നമ്മുടെ വക്കീൽ വരുവാ. എന്നിട്ട് വീണ്ടും ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കും. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ അത്ര സുഖത്തിലല്ല അല്ലേ? ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ക്യാഷ് എല്ലാം തീർത്ത് കാണും അല്ലേ? ഇപ്പോഴും
ഞാൻ നിങ്ങളോടൊരു സത്യം മറച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരാളെ വിളിക്കുക. അപ്പം അങ്ങോട്ട് അപ്പൻ അനിയനാന്ന് പറഞ്ഞു വന്ന ആള് വരുവാ. ദേ, ഇതെന്റെ അനിയനൊന്നല്ലാട്ടോ, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാൻ നിങ്ങളേക്കൊന്ന് പറ്റിച്ചതല്ലേ. അതുപോലെ എൻ്റെ അക്കൗണ്ടിൽ ഇനിയും ഒരുപാട് പൈസയുണ്ട്. അതൊക്കെ ഇനി നിങ്ങൾക്കുള്ളതാ. ഇനി നിങ്ങൾ സൂക്ഷിച്ച് പണം ഉപയോഗിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ വീഡിയോ അവസാനിക്കുക. അതായിരിക്കും കേട്ടോ അപ്പയുടെ അവസാനത്തെ വീഡിയോയും. ഇത് കേൾക്കുമ്പോൾ അവർക്ക് പിന്നെയും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത്തവണ അവർ വളരെ സൂക്ഷിച്ചാണ് പണം കൈകാര്യം ചെയ്യുന്നത്. ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ജീവിതത്തിൽ പൈസ എങ്ങനെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് അപ്പോൾ അവരെ പഠിപ്പിച്ചു. അതോടെ ഈ സിനിമ അവസാനിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു മൂവിയായി വന്നവരേക്കും ബൈ.